നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ പോരിനൊരുങ്ങി BJP. മധൂർ, മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തുകൾ, കാസർഗോഡ് നഗരസഭ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടു. കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവിൽ യാത്രക്കാർക്ക് താൽക്കാലികാശ്വാസം. ഹൈക്കോടതിയിലെ കേസിൽ 14-ന് ഹിയറിംഗ് നടക്കും വരെ ടോൾ പിരിക്കില്ല. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM അനുകൂല ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി UDF രംഗത്ത്. കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ. നാടകാസ്വാദകർക്ക് കലയുടെ 10 രാവുകൾ. മാണിയാട്ട് ഗ്രാമത്തിൽ NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഒരുക്കങ്ങളായി. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ തലിച്ചാലം മുണ്ട്യാത്താലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. അഗ്നിപ്രവേശ വേളയിൽ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം. പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. മധൂർ, മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തുകൾ, കാസർഗോഡ് നഗരസഭ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP പുറത്തുവിട്ടു. BJP കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ചാണ് നേതാക്കൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അടുക്കത്ത് വയൽ വാർഡിലെ വാർഡ് നമ്പർ 3 ചേതൻ B, വാർഡ് നമ്പർ 6 ആനവാടിലു രവീന്ദ്ര പൂജാരി, വാർഡ് നമ്പർ 7 കൊട്ടക്കണി ശ്രുതി KS, മുള്ളിപ്പാടി നോർത്ത് വാർഡ് നമ്പർ 8 ശാരദ B, 10 അനങ്കോ സുധാറാണി, 12 വിദ്യാനഗർ സൗത്ത് സബിത ടീച്ചർ, 20 പള്ളിക്കുന്ന് രാജേഷ് അമി, 24 വീരത്ത് വയൽ അരുൺ കുമാർ ഷെട്ടി, 38 കടപ്പുറം നോർത്ത് രേഷ്മ, 39 ലൈറ്റ് ഹൗസ് KG മനോഹരൻ. ഈ മുനിസിപ്പാലിറ്റിയിലെ 10 പേരാണ് നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ബാക്കിയെല്ലാം ഇവിടെ അതിൻ്റെ പ്രോസസ്സ് നടന്ന് അത് മറ്റന്നാളായിട്ട് തന്നെ അതിൻ്റെ പൂർത്തീകരണം നടക്കും. ആ സമയത്ത് അത് ജില്ലയുടെ അധ്യക്ഷനും സജീവനും കൂടി അത് പ്രഖ്യാപിക്കും. മധൂർ ഗ്രാമപഞ്ചായത്തിന്റെ 1ാം ഘട്ട ലിസ്റ്റ് ഇവിടെ പ്രഖ്യാപിക്കുന്നു. With the consent of Bharatiya Janata Party State President and the Jilla Core Committee, Mandala Core Committee, hereby we are declaring the first list of candidates of Madhur Gram Panchayat. Ward number 4 Kolya Subhnani Shanbog. Ward number 5 Kollangana Sujata Kishore. Ward number 7 Madhur Yogesh Yamar. Ward number 11 Udaygiri Anil Kumar KK. Ward number 12 Kotakani Madhav Master. Ward number 13 Meepuguri Ganesh Prasad. Ward number 14 Churi Latayan. Ward number 15 Surlu Deepti K. Ward number 16 Kelugudde Vasanta. Ward number 17 Kalyangad Banu Prakash. Ward number 18 Ramdas Nagar Pushpa Gopalan. Ward number 19 Manipadi Ratish Yam. Ward number 23 Bhagwati Nagar Chandra PB. Ward number 24 Siribagilu Navanik Shetty. Mogralputtur Gram Panchayat
first list candidates. Ward number 5, Ujjirikere Machar, Sarojini. Ward number 8, Pernarka Paichal, Vasanti. Ward number 9, Guvetadka, Sri Vidya. Ward number 10, Kelugudde, Balli Mogar, Pramila Machal. Ward number 14, Chauki, Kadapuram, Mallika Prabhakaran. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ, സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ, BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാടകാസ്വാദകർക്ക് കലയുടെ 10 രാവുകൾ സമ്മാനിച്ച് പിലിക്കോട്ടെ മാണിയാട്ട് ഗ്രാമത്തിൽ NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാടകാചാര്യന്റെ പേരിൽ നടക്കുന്ന കേരളത്തിലെ ഏക നാടക മത്സരത്തിന് നവംബർ 14 രാത്രി 7 പ്രശസ്ത സിനിമാതാരം ശ്വേതാ മേനോൻ കളിവിളക്ക് തെളിയിക്കും. നവംബർ 14 മുതൽ 23 വരെ നടക്കുന്ന 12ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന പൊതുസമ്മേളനം മുൻമന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വനിതാവേദി പ്രവർത്തകർ സംഗീത ശില്പം അവതരിപ്പിക്കും. 14 തൃശൂർ ഡ്രീം കേരളയുടെ ആകാശത്തേക്ക് തുറന്നിട്ട വാതിൽ, 15 തിരുവനന്തപുരം അജന്തയുടെ വംശം, 16 കായംകുളം പീപ്പിൾസിന്റെ അങ്ങാടിക്കുരുവികൾ, 17 ഗുരുവായൂർ ഗാന്ധാരയുടെ BC 31 മഗധ, 18 തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി, 19 തിരുവനന്തപുരം SS നടനസദയുടെ വിക്ടറി ആർട്സ് ക്ലബ്ബ്, 20 കാളിദാസ കലാകേന്ദ്രത്തിന്റെ ശാകുന്തളം, 21 അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു 84 വയസ്സ്, 22 തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം എന്നീ നാടകങ്ങൾ അരങ്ങേറും. സമാപന ദിവസം കൊടക്കാട് പന്തി ഭോജനത്തെ ഓർമ്മപ്പെടുത്തി 10,000 പേർക്ക് സമൂഹ സദ്യ നൽകും. ഇതിനായുള്ള ഉൽപ്പന്ന ശേഖരണം 20 നടക്കും. 23 സിനിമാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നടി ഊർവശിക്കും. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം KM ധർമ്മനും സമ്മാനിക്കും. നാടക മത്സരത്തിന് മുന്നോടിയായി 13 വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് ചെറുവത്തൂർ കാരിയിൽ നിന്നും നാടകജ്യോതി പ്രയാണം നടത്തും. പഴയകാല നാടക പ്രവർത്തകൻ പ്രകാശൻ കരിവെള്ളൂരിന് ജ്യോതി കൈമാറും. വൈകുന്നേരം മാണിയാട്ട് സെൻട്രലിൽ സിനിമാനടൻ PP കുഞ്ഞികൃഷ്ണൻ ജ്യോതി ഏറ്റുവാങ്ങും. ഉദ്ഘാടന സമ്മേളനത്തിനെത്തുന്ന നാടകാസ്വാദകർക്ക് നൽകുന്നതിനുള്ള അപ്പം വ്യാഴാഴ്ച വൈകുന്നേരം വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകം ചെയ്യും. എല്ലാ ദിവസവും രാത്രി 7 മണി മുതൽ 7:30 വരെ നാടക ഗാനങ്ങളുടെ അവതരണം നടക്കും. മന്ത്രി VN വാസവൻ, M രാജഗോപാലൻ MLA, TI മധുസൂദനൻ MLA, NN പിള്ളയുടെ മകനും ദേശീയ അവാർഡ് ജേതാവുമായ വിജയരാഘവൻ എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18 ഗായത്രി വർഷ സാംസ്കാരിക പ്രഭാഷണം നടത്തും. 24 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ DYSP CK സുനിൽകുമാർ, പോലീസ് സൂപ്രണ്ടായി ചുമതലയിലെത്തിയ KV വേണുഗോപാലൻ, ഡോക്ടറേറ്റ് നേടിയ ആനക്കൈ ബാലകൃഷ്ണൻ എന്നിവരെ അനുമോദിക്കും. 23 പ്രദർശന നാടകമാണ് അരങ്ങിലെത്തുക. തുടർന്ന് കഴിഞ്ഞ വർഷം സംസ്ഥാന കേരളോത്സവത്തിൽ കലാതിലകവും TV ഷോയിൽ ഐറ്റം വേറെ ഡാൻസ് അവതരിപ്പിച്ച ചന്ദേരയിലെ കലാമണ്ഡലം നന്ദനയും പ്രതീക്ഷയും ചേർന്ന് സെമി ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിക്കും. നാടകം കാണുവാനെത്തുന്ന മുഴുവൻ ആസ്വാദകർക്കും എല്ലാ ദിവസവും ചുക്കുകാപ്പി നൽകും. സമാപന ദിവസം എല്ലാവർക്കും സമൂഹ സദ്യ വിളമ്പും. നാടകത്തിലുള്ള സമഗ്ര സംഭാവന പുരസ്കാരം 14-ാം തീയതി KM ധർമ്മൻ എന്ന് പറയുന്നു അതിപ്രശസ്തനായിട്ടുള്ള പഴയകാല സംവിധായകൻ KM ധർമ്മനാണ് നൽകുന്നത്. 23 സമാപനം. 22 വരെ മത്സര നാടകങ്ങൾ, 23 സമാപന സമ്മേളനം. ആ സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര രംഗത്തുള്ള പ്രതിഭകളുടെ പുരസ്കാരം ദേശീയ അവാർഡ് ജേതാവും ശ്രീമതി ഊർവശി, അതുപോലെ തന്നെ മാണിയാട്ട് പൗരാവലിയുടെയും സംഘാടക സമിതിയുടെയും ഒക്കെ സ്നേഹാദരം ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ വിജയരാഘവൻ സമാപന. സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ, ജനറൽ കൺവീനർ TV പാലൻ, നാടക സിനിമാ പ്രവർത്തകൻ ബിജു നെട്ടറ, KV സുരേഷ്, C നാരായണൻ, K രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പുല്ലൂർപെരിയ
പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM അനുകൂല ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി UDF രംഗത്ത്. വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDF വാർഡുകളിൽ പോളിംഗ് ശതമാനം കുറയ്ക്കുവാൻ CPM ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. നിലവിലുള്ള 28 ബൂത്തുകൾക്ക് പകരം 35 ബൂത്തുകളാക്കി മാറ്റുവാനുള്ള സർവകക്ഷി തീരുമാനം ഉദ്യോഗസ്ഥർ ബോധപൂർവം അട്ടിമറിച്ചതായി UDF നേതാക്കൾ പറഞ്ഞു. UDF വിജയമുറപ്പിച്ച ചാലിങ്കാൽ 15, താന്നിത്തോട് 4, പെരിയ 18, കുണിയ 1, കൊടവലം 10 എന്നീ വാർഡുകളിൽ വോട്ട് രേഖപ്പെടുത്തൽ പ്രക്രിയ രാത്രി 11 മണി വരെ നീളും. ഇത് വൻതോതിൽ പോളിംഗ് ശതമാനം കുറയുവാൻ ഇടയാക്കും. ശരത് ലാൽ കൃപേഷ് കൊലപാതകത്തെ തുടർന്ന് പ്രത്യേക പോലീസ് നിരീക്ഷണത്തിൽ കഴിയുന്നതിനാൽ രാത്രി വൈകിയും നടക്കുവാൻ സാധ്യതയുള്ള വോട്ടെടുപ്പ് ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു. ഈ ഗൂഢാലോചനയ്ക്കെതിരെ പാർട്ടി നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. വിഷയത്തിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ ഞങ്ങൾ ഇന്നലെ തന്നെ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തി. ജില്ലാ കളക്ടർക്ക് പലയാവർത്തി പരാതി നൽകി, DDSന് നമ്മൾ പരാതി നൽകി. അതുപോലെ തന്നെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശ്രീ ഷാജഹാൻ സാറിനെ നേരിട്ട് വിളിച്ച് ഈ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇനി ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഏക മാർഗം എന്ന് പറയുന്നത് അഡീഷണൽ സ്റ്റാഫിനെ നിയോഗിക്കുക എന്നുള്ളതാണ്. അതിനകത്തും ഒരു തീരുമാനമുണ്ടായിട്ടില്ല. പക്ഷേ അഡീഷണൽ സ്റ്റാഫ് വന്നാൽ പോലും ഈ വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലാണ്. അവിടെ ഒരു മെഷീന് പകരം 2 മെഷീൻ ഇല്ലാതെ കഴിയില്ല. ഇപ്പം ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. ആ സമയത്ത് പോലും നമുക്കറിയാം ഓക്സിലറി ബൂത്ത് എന്ന പേരിൽ 1200-ലധികം വോട്ടുള്ള എല്ലാ സ്ഥലത്തും ഓക്സിലറി ബൂത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു വിരോധാഭാസം സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ T രാമകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് KV ഗോപാലൻ, MK ബാബുരാജ്, P ഭാസ്കരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവിൽ യാത്രക്കാർക്ക് താൽക്കാലികാശ്വാസം. ഹൈക്കോടതിയിലെ കേസിൽ 14-ന് ഹിയറിംഗ് നടക്കും വരെ ടോൾ പിരിക്കില്ല. ബുധനാഴ്ച രാവിലെ മുതൽ ടോൾ പിരിക്കുവാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. വാഹനങ്ങളുടെ യൂസർ ഫീസ് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിജ്ഞാപനവും ഇറങ്ങിയിരുന്നു. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ ആരിക്കാടിയിൽ ടോൾ പിരിക്കുവാനുള്ള നീക്കം തുടങ്ങിയത്. ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ കുമ്പള ടോൾ പ്ലാസയിൽ ടോൾ ഈടാക്കുന്നതായി അറിയിച്ചുള്ള ഭാരത സർക്കാർ ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ യൂസർ ഫീസിന്റെ വിവരങ്ങളുമുണ്ടായിരുന്നു. ഇതോടെ നാട്ടുകാർ ആശങ്കയിലാവുകയും കർമ്മസമിതി നേതാവ് AK അഷ്റഫ് MLA കലക്ടറെയും പോലീസ് മേധാവിയെയും നേരിൽ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. പ്രതിഷേധ സാഹചര്യമുണ്ടായതോടെ ഹൈക്കോടതിയിലെ കേസിൽ ഹിയറിംഗ് നടക്കും വരെ ടോൾ പിരിക്കില്ലെന്ന തീരുമാനമുണ്ടായി. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സംരക്ഷണതയിലാണ് ടോൾ ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്യാമറകളും വാഹനം കടന്നുപോകുന്നതിനുള്ള ലൈനുകളും ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ടോൾ ഗേറ്റിന്റെ സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ പോക്കുവരവിനായി ഇരുഭാഗങ്ങളിലുമായി പ്രത്യേക ലൈനുകളാണ് തയ്യാറാക്കിയത്. ഇതുവഴി നേരത്തെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വിട്ടുതുടങ്ങുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകരാകരുതെന്നും തൊഴിൽദാതാക്കളാകുന്ന തരത്തിൽ അവരെ മാറ്റാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കണമെന്നും CSIR ഡയറക്ടർ ജനറലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറിയുമായ ഡോക്ടർ N കലൈസെൽവി കേരള കേന്ദ്ര സർവകലാശാലയുടെ 9ാമത് ബിരുദദാന സമ്മേളനത്തിൽ ബിരുദദാന പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. കേരള കേന്ദ്ര സർവകലാശാലയുടെ 9ാമത് ബിരുദദാന സമ്മേളനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. പെരിയ തേജസ്വിനി ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 2025-ൽ പഠനം പൂർത്തിയാക്കിയ 923 വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി. 36 പേർ ബിരുദവും 771 പേർ ബിരുദാനന്തര ബിരുദവും 36 പേർ PhD ബിരുദവും 80 പേർ PG ഡിപ്ലോമ ബിരുദവുമാണ് ഏറ്റുവാങ്ങിയത്.
വിവിധ പഠന വകുപ്പുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗോൾഡ് മെഡൽ സമ്മാനിച്ചു. പഠന വകുപ്പുകളിലെ എൻഡോവ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് മെഡൽ ഏർപ്പെടുത്തിയത്. വിവിധ നിറങ്ങളിലുള്ള ഷാളുകൾ അണിഞ്ഞാണ് വിദ്യാർത്ഥികളും വിശിഷ്ടാതിഥികളും ചടങ്ങിൽ സംബന്ധിച്ചത്. 2000-ഓളം പേർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡയറക്ടർ ജനറലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറിയുമായ ഡോക്ടർ എൻ കലൈശെൽവി ബിരുദദാന പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾ തൊഴിൽ അന്വേഷകരാകരുതെന്നും തൊഴിൽ ദാതാക്കളാകുന്ന തരത്തിൽ അവരെ മാറ്റുവാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കണമെന്നും ഡോക്ടർ എൻ കലൈശെൽവി പറഞ്ഞു. ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സീഡ് ഫണ്ട്, വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലിക്കും അവസരമൊരുക്കുന്ന ഏൺ വെൽ യു ലേൺ എന്നീ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കേരള കേന്ദ്ര സർവകലാശാലയെ അവർ അഭിനന്ദിച്ചു. രാജ്യത്ത് അതിദാരിദ്ര്യമുക്തി നേടിയ സംസ്ഥാനമായി കേരളം മാറിയത് അഭിമാനാർഹമായ നേട്ടമാണെന്നും സംസ്ഥാനത്തിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടിയായി അത് മാറിയെന്നും ഡോക്ടർ എൻ കലൈശെൽവി പറഞ്ഞു. I'm extremely thrilled and excited to be a part of the 9th convocation of Central University of Kerala. Why? Because Kerala is one such state. All of you say that it is God's own place, but it is a state which is known for its vibrancy. Kerala was once upon a time known for its great deal of education, 100% education. Nobody is not at all given the opportunity to claim that I am an illiterate. Meaning is 100% everybody is educated. And just last week, another great feather in your crown. I happened to read in one of the topmost print media newspaper. It clearly says Kerala enters into poverty-free state. What a great statement this particular state is having. ഒഫീഷ്യേറ്റിംഗ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി ആലുഗൂർ, ഒഫീഷ്യേറ്റിംഗ് വൈസ് ചാൻസലർ പ്രൊഫസർ വിൻസെന്റ് മാത്യു, രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ആർ ജയപ്രകാശ്, അക്കാദമിക് ഡീൻ പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിലെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിലവിലുള്ള മനുഷ്യസഞ്ചാര യോഗ്യമല്ലാത്ത അടിപ്പാത ഒഴിവാക്കി ഗതാഗത യോഗ്യമായ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യവുമായി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. ഈ ആവശ്യവുമായി കഴിഞ്ഞ 2 മാസമായി നടത്തിവരുന്ന വിവിധ സമരപരിപാടികളുടെ തുടർച്ചയായാണ് ബുധനാഴ്ച രാവിലെ അനിശ്ചിതകാല സമരത്തിലേക്ക് മാറ്റിയത്. ചെറുവത്തൂർ ടൗണിന്റെ ഹൃദയഭാഗമെന്ന വിശേഷണമുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വലിയൊരടിപ്പാത എന്ന ആവശ്യം ഉയർത്തിയാണ് കർമ്മസമിതി അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരത്തിന് തുടക്കമിട്ടത്. പുതിയ അടിപ്പാത അനുവദിക്കാനാവില്ലെന്ന ദേശീയപാത അതോറിറ്റി അധികൃതരുടെ പിടിവാശിക്കെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലുണ്ടാവുമെന്ന് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന കർമ്മസമിതി ഭാരവാഹികൾ പറയുന്നുണ്ട്. നമ്മുടെ ചെറുവത്തൂർ ഒന്ന് തടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ഈ ആവശ്യത്തിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ 2-3 മാസക്കാലമായി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ചെറുവത്തൂർ അടിപ്പാതയുടെ ഈ 3-2 എന്ന് പറയുന്ന കാലികൾ കടന്നു പോകാനുള്ള ഈ പെട്ടിക്കൂടെന്ന് എടുത്തു മാറ്റി ഒരു ഗതാഗത യോഗ്യമായിട്ടുള്ള സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു അടിപ്പാത പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപം ആരംഭിച്ച അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം ചെറുവത്തൂർ പ്രസ് ഫോറം പ്രസിഡന്റ് ടി രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സി രഞ്ജിത്ത്, കെ സുന്ദരൻ, കെ വി രഘുത്തമൻ, ഡി എം സുകുമാരൻ, പി എം കുഞ്ഞബ്ദുള്ള, കെ പി രാമകൃഷ്ണൻ, ടി രഞ്ജിത്ത്, ബാബു, എം നാരായണൻ, പി കെ ഭാസ്കരൻ, കെ കരുണാകരൻ, കെ സി ഗിരീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. കാസർഗോഡ് താളിപ്പടപ്പു ഉടുപ്പി ഗാർഡൻ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ കാസർഗോഡ് താളിപ്പടപ്പു ഉടുപ്പി ഗാർഡൻ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ അകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല,
ഇതിൽ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകൾക്കപ്പുറം വിശാലമായ ചിന്തയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശാലമായ ചിന്ത, അതിലുപരി നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായും അതുപോലെ തന്നെ നമുക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്ക് നേടിയെടുക്കേണ്ട വലിയ ആവശ്യകത ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് പി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് എം സജേഷ് കുമാർ, കാസർഗോഡ് ബ്ലോക്ക് സെക്രട്ടറി ജി സുരേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് UR സുരേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സതീശൻ, ബ്ലോക്ക് ഖജാൻജി എസ് ബാലമുരളി എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം CV സത്യാനന്ദൻ സ്വാഗതവും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ നിശാന്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ തലിച്ചാലം മുണ്ട്യാത്താലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. ബുധനാഴ്ച പുലർച്ചെ നടന്ന വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ അഗ്നിപ്രവേശ വേളയിൽ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് പ്രധാന തെയ്യക്കോലമായ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നത്. മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തി തന്നെയാണ് വിഷ്ണുമൂർത്തി തെയ്യമായി കെട്ടിയാടുന്നതെന്നാണ് ഐതിഹ്യം. 2 വർഷത്തിലൊരിക്കൽ കളിയാട്ടം നടക്കുന്ന ക്ഷേത്രത്തിൽ ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, മടയിൽ ചാമുണ്ടി തെയ്യങ്ങളുടെ പുറപ്പാടിന് ശേഷമാണ് പുലർച്ചെ 5 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടന്നത്. രാവിലെ ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാടും നടന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. വൈകുന്നേരത്തോടെയാണ് കളിയാട്ടം സമാപിച്ചത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആത്മാ കാസർഗോഡും നീലേശ്വരം ബ്ലോക്കും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി വിവിധ കൃഷിരീതികളിൽ ശാസ്ത്രീയ പരിശീലനം നൽകി. 2 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന പരിശീലന പരിപാടി പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുത്ത കർഷകർക്കായി വാഴ, മഞ്ഞൾ, വിവിധ തരം പച്ചക്കറികൾ എന്നിവയിലാണ് ശാസ്ത്രീയ പരിശീലനം നൽകിയത്. CH ടൗൺ ഹാളിൽ നടന്ന പരിശീലന പരിപാടി പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. യുവാക്കളുടെ പ്രാതിനിധ്യം കുറവാണെന്ന് ഓഫീസർ പറഞ്ഞു. അത് അങ്ങനെ തന്നെയായിരിക്കും, പറയേണ്ട ആവശ്യമില്ല. കാരണം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലേക്ക് എത്തുന്നില്ല എന്നത് നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു നഗ്നസത്യമാണ്. പഴയ തലമുറയിൽ ആളുകൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇന്നും കാർഷിക മേഖലയിലുള്ളൂ. പുതിയ തലമുറ സർക്കാരായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും യുവ കർഷകർ അല്ലെങ്കിൽ വിദ്യാർത്ഥി കർഷകർ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വർധനവരും ഉണ്ടാകുന്നതെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വിപരീതമായി ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് എന്നത് സന്തോഷപ്രദമായ കാര്യമാണ്. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാഷിം കരോളം, തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A രജിന, ആത്മാ നീലേശ്വരം ബ്ലോക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് K സജിത് എന്നിവർ സംസാരിച്ചു. റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ R വീണ റാണി, പടന്നക്കാട് കാർഷിക കോളേജ് റിട്ടയേർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KM ശ്രീകുമാർ എന്നിവർ 2 ദിവസങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ പീസ് ക്രിയേറ്റീവ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന CBSE ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ മുട്ടം കുനിൽ സ്കൂളിന് കിരീടം. AJI സ്കൂൾ നയാബസാർ 2ാം സ്ഥാനവും പീസ് ക്രിയേറ്റീവ് സ്കൂൾ കുഞ്ചത്തൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ പീസ് ക്രിയേറ്റീവ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന CBSE ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ആവേശകരമായ അനുഭവം സമ്മാനിച്ചാണ് സമാപിച്ചത്. ടൂർണമെന്റിൽ മുട്ടം കുനിൽ സ്കൂൾ കിരീടം ചൂടി. AJI സ്കൂൾ നയാബസാർ 2ാം സ്ഥാനവും
പീസ് ക്രിയേറ്റീവ് സ്കൂൾ കുഞ്ചത്തൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദർ ബലൂൺ ആകാശത്തേക്ക് പറത്തിവിട്ടാണ് ഫുട്ബോൾ അടിച്ച് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സമാപന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമല വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് പ്രൈസുകളും വിതരണം ചെയ്തു. CBSE പാഠ്യപദ്ധതി പിന്തുടരുന്ന സ്കൂളുകൾക്കിടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഫൈനൽ മത്സരത്തിൽ കുനിൽ സ്കൂൾ മുട്ടം AGI സ്കൂൾ നയാബസാറിനെ 1 ഗോളിനാണ് തോൽപ്പിച്ചത്. ആവേശകരമായ മത്സരത്തിൽ അവസാന നിമിഷം വരെ കടുത്ത പോരാട്ടമായിരുന്നു നടന്നത്. സെമി ഫൈനലിൽ AGI നയാബസാർ പീസ് ക്രിയേറ്റീവ് സ്കൂൾ കുഞ്ചത്തൂരിനെ 3-0 പരാജയപ്പെടുത്തിയാണ് ഫൈനലിലേക്ക് പ്രവേശിച്ചത്. വ്യക്തിഗത വിഭാഗങ്ങളിലെ മികച്ച പ്രകടനങ്ങൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ സമ്മാനിച്ചു. മികച്ച ഗോൾ കീപ്പറായി കുനിൽ മുട്ടം സ്കൂളിലെ മുഹമ്മദ് ഷാമിലിനെയും മികച്ച ഡിഫൻഡറായി കുനിൽ മുട്ടം സ്കൂളിലെ തന്നെ മുഹമ്മദ് ബിലാലിനെയും മികച്ച സ്ട്രൈക്കറായി AGI നയാബസാറിലെ സൂഫി ജാസ്മിനെയും തിരഞ്ഞെടുത്തു. ടൂർണമെന്റിന്റെ റഫറിമാരായി തുമിനാടിലെ റിൽവാൻ അബ്ദുൽ ലത്തീഫ്, സക്കീം, ഷാസിൽ, റൈഫാൻ എന്നിവർ പ്രവർത്തിച്ചു. മത്സരം വീക്ഷിക്കുവാനായി നിരവധി കായിക പ്രേമികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് എത്തിയത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാലിച്ചാനടുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാലിച്ചാനടുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കുറച്ചും കൂടി ആളുകൾ വേണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, പല തിരക്കും ഉണ്ടാവും. ഇത് സംഘടിപ്പിച്ച സഖാക്കൾക്ക് ഉണ്ടാവുന്ന ഒരു വിമിഷ്ടമുണ്ട്. ആളുകൾ വന്നില്ല, അതുപോലെ തന്നെ സമയത്ത് എത്തിയില്ല എന്നുള്ള അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട, പ്രയാസസാരണ്ട. ഇങ്ങനൊരു കുടുംബ സംഗമം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ, ഇപ്പൊ കുടുംബാംഗങ്ങൾ ചില സ്ഥലത്ത് കുടുംബാംഗങ്ങളുടെ യോഗങ്ങളും കിട്ടും, പക്ഷെ കുടുംബാംഗങ്ങളില്ല. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ വിവിധ മേഖലകളിൽ വിജയിച്ച തൊഴിലാളികളുടെ മക്കൾക്ക് അനുമോദനം നൽകി. യൂണിയൻ പനത്തടി ഏരിയ സെക്രട്ടറി TV ജയചന്ദ്രൻ, M അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ബിജേഷ് നരിമൂളി സ്വാഗതവും വിജയൻ C നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ശ്രീ കണ്ണാംകോട് പടിഞ്ഞാറ്റയിൽ തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട് പടിഞ്ഞാറ്റയിൽ തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കണ്ണാങ്കോട് ചാമുണ്ടി തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാടും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പുല്ലൂർ ശ്രീ കണ്ണാംകോട്ട് പടിഞ്ഞാറ്റയിൽ തറവാട് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് പുത്തരി അടിയന്തരം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പുത്തരി അടിയന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തി. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് പുത്തരി അടിയന്തരം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മംഗളാദേവിയും ആ വസ്തുതയും മൊത്തം വിശ്വാസത്തിനും ശ്രീഗുരുവോടാടക്കളന്ന കണ്ടുകൊണ്ടേക്കണേ. എന്റെ മംഗളാപുരത്തിയ കലിയും കലിയുടെ മകൻ ഇടത്തുന്ന ഒരിക്കലും കാലായുധനായിരിക്കുന്ന
ഷിബിൻ, വേണു അയ്യങ്കാവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പൂജാകർമ്മങ്ങൾ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് പുത്തരി അടിയന്തര ചടങ്ങുകൾ ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പനത്തടി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ പ്രവൃത്തി പരിചയ മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ശാസ്ത്രോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനവും നേടിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് സ്വീകരണം ഒരുക്കിയത്. പാലക്കാട്ട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ശാസ്ത്രോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനവും നേടിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് സ്വീകരണം നൽകി. അധ്യാപക രക്ഷാകർതൃ സമിതിയും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് സ്വീകരിച്ചത്. പ്രവൃത്തി പരിചയമേളയിൽ തുടർച്ചയായി 12ാം തവണയാണ് ദുർഗ ഓവറോൾ ചാമ്പ്യന്മാരാകുന്നത്. ശാസ്ത്രോത്സവത്തിൽ കഴിഞ്ഞ 3 വർഷം ഓവറോൾ പട്ടം നേടിയിരുന്നു. ഇക്കുറി 24 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് 2ാം സ്ഥാനത്തായത്. 1ാം സ്ഥാനം 164 പോയിന്റ് നേടിയ വയനാട് ദ്വാരക സ്കൂളാണ്. ദുർഗയ്ക്ക് 140 പോയിന്റ് ലഭിച്ചു. പ്രവൃത്തി പരിചയമേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് 59 പോയിന്റും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 63 പോയിന്റും ലഭിച്ചു. 122 പോയിന്റ് നേടിയതിന്റെ തിളക്കത്തിൽ ദുർഗയെ മികച്ച സ്കൂളായും തെരഞ്ഞെടുത്തു. ഫൈബർ ഫാബ്രിക്കേഷനിൽ സഹോദരങ്ങൾ +2 വിദ്യാർത്ഥി പ്രാൺ കൃഷ്ണ യാദവും 9ാം തരത്തിൽ പഠിക്കുന്ന ആദി കല്യാണിയും 3ാം സ്ഥാനവും എ ഗ്രേഡും നേടി. മെറ്റൽ എംബോസിംഗിൽ +2വിലെ ആദിരാജ്, ഫ്രൂട്ട് പ്രിസർവേഷൻ +2വിലെ HSC അബ്ദുറഹ്മാൻ, പ്രകൃതിദത്ത നാരുകൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 10ാം ക്ലാസ്സിലെ പി ശ്രീലക്ഷ്മി എന്നിവരും 3ാം സ്ഥാനവും എ ഗ്രേഡും സ്വന്തമാക്കി. പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ 2ാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ അഭിമാനമായിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും അതിനു മുമ്പും 1ാം സ്ഥാനം ശാസ്ത്രോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയ സ്കൂളാണ്. ഇത്തവണ 24 പോയിന്റ് വ്യത്യാസത്തിൽ മാത്രമാണ് 2ാം സ്ഥാനം ആയത്. പ്രവൃത്തി പരിചയമേളയിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് കുത്തകയായിരിക്കുകയാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവരുൾപ്പെടെ പങ്കെടുത്ത 24 പേർക്കും എ ഗ്രേഡ് ലഭിച്ചു. പാളയും ചിരട്ടയും കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളിൽ തുടങ്ങി ചവിട്ടിയും ക്യാരി ബാഗും പാവയും വരെ ദുർഗ ടീം നെയ്തെടുത്തു. ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ തുടർച്ചയായി 21ാം വർഷവും ഓവറോൾ കിരീടമണിഞ്ഞാണ് ദുർഗയുടെ കുട്ടികൾ പാലക്കാട്ടേക്ക് പോയത്. PTA പ്രസിഡന്റ് EV ജയകൃഷ്ണനും പ്രഥമാധ്യാപിക P സുമയും ട്രോഫിയുമായി എത്തിയ പ്രതിഭകൾക്ക് പൂച്ചെണ്ട് നൽകി. കോർഡിനേറ്റർ TP സ്വപ്ന, മറ്റ് അധ്യാപകരായ U ഗീത, വിദ്യ സൂരജ്, M ശരണ്യ, രാധിക ചന്ദ്രൻ, ശ്യാം പ്രസാദ് എന്നിവരും പൂർവ്വ വിദ്യാർത്ഥി KV വിഷ്ണുവും പ്രതിഭകൾക്കൊപ്പമുണ്ടായിരുന്നു. സ്വീകരണ വേളയിൽ PTA വൈസ് പ്രസിഡന്റ് നാരായണൻ മൂത്തൽ, മദർ PTA പ്രസിഡന്റ് രമ്യ പ്രദീപ്, സ്റ്റാഫ് സെക്രട്ടറി KV രാജേഷ്, അധ്യാപകരായ TK വിശ്വരാജ്, K വിജയകൃഷ്ണൻ, KT ഹരികൃഷ്ണൻ, KV ജയൻ, C കൃഷ്ണപ്രസാദ്, PTA മെമ്പർമാരായ ഗഫൂർ മുറിയനാവി, പ്രഭാകരൻ അവതാർ, K സുജിത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശപ്പോരിനൊരുങ്ങി BJP. മധൂർ, മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തുകൾ, കാസർഗോഡ് നഗരസഭ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടു. കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവിൽ യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസം. ഹൈക്കോടതിയിലെ കേസിൽ 14-ന് ഹിയറിംഗ് നടക്കും വരെ ടോൾ പിരിക്കില്ല. പുല്ലൂർപെരിയ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM അനുകൂല ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി UDF രംഗത്ത്. കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ. നാടകാസ്വാദകർക്ക് കലയുടെ 10 രാവുകൾ മാണിയാട്ട് ഗ്രാമത്തിൽ NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഒരുക്കങ്ങളായി. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കൺവെൻഷൻ നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ തലിച്ചാലം മുണ്ട്യാത്താലിൻ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. അഗ്നിപ്രവേശ വേളയിൽ 100 ഭക്തർ ക്ഷേത്രത്തിലെത്തി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് സ്വീകരണം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.